കോൺഗ്രസിൻ്റെ തന്നെ ഭരണഘടനയുടെ 19 പ്രകാരം അതിൻ്റെ തന്നെ അനുച്ഛേദം 6 സബ് ക്ലോസ് സി പ്രകാരം ഒരു ജനപ്രതിനിധിയായ കോൺഗ്രസ് പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്താൽ അയാൾ കോൺഗ്രസ് പ്രവർത്തകനെന്ന നിലയിൽ ആർജിച്ച എല്ലാ പദവികളും രാജിവെക്കണം എന്നാണ് അവരുടെ ഭരണഘടന. കോൺഗ്രസിൻ്റെ ഭരണഘടനയുടെ 19 ക്ലോസ് നമ്പർ 6 സബ് ക്ലോസ് സി പ്രകാരം. അപ്പോൾ സാധാരണ കോൺഗ്രസിൽ സസ്പെൻഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇത്ര കാലാവധി എന്ന് സസ്പെൻഷനെ സംബന്ധിച്ച് ഒപ്പം തന്നെ തീരുമാനിക്കുന്നതാണ്. കോൺഗ്രസ് ഭരണഘടന പ്രകാരം കാലാവധി പറയാത്തതിനുണ്ട് 30 ദിവസ കാലാവധി കഴിഞ്ഞാൽ അവർക്കവരെ രാഹുൽ മാക്കൂട്ടത്തെ തിരിച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമ തടസ്സവും ഉണ്ടാവില്ല. ഇത്തരത്തിലൊരു ഒത്തുകളിയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുക അല്ല, മറിച്ച് ജനകീയ സമ്മർദ്ദം കൊണ്ട് ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പ്രമുഖരുൾപ്പെടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ അതിക്രൂരമായ ക്രിമിനൽ നിലപാടുകൾ മായ്ച്ചു കളയുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ തുടങ്ങി. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കം കൊടുത്തു തുടങ്ങുന്ന നില വന്നു. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന്, അതുവഴി സാധിക്കുമെന്നാണ് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുക. പൊതുപ്രവർത്തന രംഗത്ത് തന്നെ ആകെ നാണക്കേടുണ്ടാക്കിയ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ലജ്ജിച്ച് തലതാഴ്ത്തുന്നതിന് പകരം അക്രമ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് ഇതിപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കുകയാണ്. ബുധനാഴ്ച രാത്രി മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസും കുറേ ക്രിമിനലുകളും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള കടന്നാക്രമം പോലീസിന് നേരെ ഉണ്ടായിരുന്ന തീപ്പന്തം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അതും രാത്രി നമുക്ക് അത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താനും അതുവഴി രാഹുലിൻ്റെ നേരെയുള്ള ജനരോഷം വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമൊന്നും കേരളത്തിൽ ഏശാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് നല്ലത്. രാഹുൽ ചെയ്ത മനുഷ്യത്വഹീനമായ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഇവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. CPIMൻ്റെ അതുപോലെ CITUവിൻ്റെയും കൊടിമരങ്ങളും ബോർഡുകളും നശിപ്പിക്കുക എന്നതും ഇതിൻ്റെ ഒപ്പം തന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പത്രപ്രവർത്തകർക്ക് നേരെയുള്ള കടന്നാക്രമവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് സത്യം. തൃശ്ശൂരിൽ ദേശാഭിമാനിയും
അതുപോലെ തന്നെ ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അവർ തയ്യാറാക്കി വച്ചിരുന്ന വലിയ ബോർഡുകൾ ഉൾപ്പെടെ അവിടെ നശിപ്പിക്കുകയുണ്ടായി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ തയ്യാറാക്കിയ ബോർഡ് വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. പാർട്ടിയുടെ സ്ഥാപിച്ച ബോർഡുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവുകയും രാഹുൽ മാക്കൂട്ടം ചെയ്ത തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിയും സംജാതമായി. റിപ്പോർട്ടർ TV പ്രവർത്തകരെ പേരാമ്പ്രയിലും മേപ്പയൂരിലും ഉൾപ്പെടെ ആക്രമിച്ചു. ഇന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ തന്നെ തൃശ്ശൂർ ബ്യൂറോ ഓഫീസ് അതിനു നേരെ കടന്നാക്രമം നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അപലനീയമായ ഇത്തരം അക്രമങ്ങൾ ഒരു തുടർച്ചയായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിലെ ക്രിമിനൽ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വടകര MP നടത്തിയ വളരെ ശക്തമത്തായ രീതിയിലുള്ള തെറ്റായ പ്രചാരവേലയ്ക്ക് ശേഷമാണ് ഈ സംഘം വലിയ രീതിയിലുള്ള കടന്നാക്രമത്തിന് മുതിരാൻ തുടങ്ങിയത്. MP-ക്ക് നേരെ കടന്നാക്രമണം നടന്നു എന്ന് പറഞ്ഞാണ് അതിന് ശ്രമിച്ചത്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ വിശദീകരിച്ച് പർവ്വതീകരിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണം നടത്താൻ, ഭീകരത അടിച്ചുവിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരുടെ പട്ടികയിലാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ആധുനിക സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസ് ഇതിന് അനുകൂലമായാണ്, ഇത്തരം പീഡനങ്ങൾക്ക് അനുകൂലമായ നിലപാടും സ്ത്രീവിരുദ്ധ സമീപനവുമാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. കോൺഗ്രസിൻ്റെ തന്നെ മുൻ സമീപനങ്ങളും അതുതന്നെയാണ്. ഇവിടെ MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ഉണ്ടായ സമീപനം സ്വീകരിച്ചത് സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് അതുതന്നെയാണ് കാണാൻ സാധിക്കുക. ഇതിനെതിരായി നീറി പടരുന്ന ജനരോഷം എന്നെല്ലാം തരത്തിലുള്ള മൂടിവെക്കാനുള്ള ശ്രമം നടത്തിയാലും തുടർച്ചയായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കും എന്ന കാര്യം കോൺഗ്രസ് മറക്കണ്ട. പ്രധാനമായിട്ടും മറ്റൊരു കാര്യം, GST രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 8,000 മുതൽ 80,000 കോടി രൂപ വരെ കേരളത്തിൻ്റെ നഷ്ടവുമായി ബന്ധപ്പെട്ടുള്ള കണക്കാണ് പുറത്ത് വരുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഇരട്ട ചുങ്ക നിർദ്ദേശങ്ങൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ലൈംഗിക അതിക്രമ പരാതികളിൽ മുൾമുനയിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഷാഫി പറമ്പിലിനെ കടന്നാക്രമിച്ചെന്ന കാര്യത്തിൽ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്, കണ്ണിൽ പൊടിയാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് എന്നും MV ഗോവിന്ദൻ പറയുകയാണ്. കോൺഗ്രസിന് രൂക്ഷമായ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയും MV ഗോവിന്ദൻ ശക്തിയുക്തം അപലപിക്കുകയാണ്.